ഹായ് ഫ്രണ്ട്സ്, 3D ഹോം ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നിപ്പിംഗ് ടൂളിനെ കുറിച്ചാണ്. അതറിയാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വർക്ക് എടുക്കുന്നവരോ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരോ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഈ സ്നിപ്പിംഗ് ടൂള് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഡിസൈൻ ചെയ്ത വർക്ക്, അതായത് 3D മാക്സിൽ നിങ്ങളൊരു കിച്ചണോ അതേപോലത്തെ ലിവിങ് റൂമോ എന്തുമാകട്ടെ അത് ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ റെൻഡറിങ് ഇടും. ആ റെൻഡറിങ് ഇട്ടതിന് ശേഷം നിങ്ങൾ ആ റെൻഡറിങ് വ്യൂ മറ്റൊരു വ്യക്തിക്ക് നിങ്ങൾ ഡിസൈൻ കൺഫേം ആക്കാൻ വേണ്ടി ആ ഡിസൈൻ അയച്ചു കൊടുക്കും. അതിനുശേഷം ആ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നേരം വർക്കിന് റെൻഡറിങ് ചെയ്ത ടൈം വേസ്റ്റ് ആകും. അത് പരിഹരിക്കാനാണ് ആ ടൂള് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിനാൽ ഈ ടൂള് എങ്ങനെയാണ് ഉപയോഗിക്കാമെന്നും അത് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്നും ഇനി നമുക്ക് നോക്കാം. അതിനാൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ സ്ക്രീനിൽ ഈ ഭാഗത്തായിട്ട് സെർച്ച് ബാർ കാണാവുന്നതാണ്. ഞാൻ മൗസിനോട് മാർക്ക് ചെയ്യുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ സ്നിപ്പിംഗ് ടൂൾ എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ടൂൾസ് വന്നതായിട്ട് കാണാവുന്നതാണ്. ആ ടൂൾസ് സെലക്ട് ചെയ്തതിന് ശേഷം സ്ക്രീനിലൊരു ബോക്സ് ഓപ്പൺ ആയതായിട്ട് കാണാം. അവിടെ ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സെലക്ട് ചെയ്യുക. അത് എങ്ങനെയാണെന്ന് നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആ വ്യൂ സ്ക്രീൻഷോട്ട് ആയതായിട്ട് സ്ക്രീനിൽ കാണാവുന്നതാണ്. അതിനുശേഷം അവിടെ സേവ് കൊടുക്കുക. സേവിൻ്റെ ബട്ടൺ അവിടെ കാണാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഒരു ഫോൾഡറിലാക്കിയിട്ട് അത് സേവ് ചെയ്യുക. ഓക്കെ, ഈ സേവ് ചെയ്തതിന് ശേഷം ഞാൻ സേവ് ചെയ്ത സ്ക്രീൻഷോട്ടിൻ്റെ ഇമേജ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇതങ്ങനെ സേവ് ആയതായിട്ട് കാണാം. ഇനി നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ആ സേവ് ചെയ്ത ഫയലൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ആ സ്ക്രീൻഷോട്ടിൻ്റെ സേവ് ഫയൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് റെൻഡറിങ്ങിൻ്റെ മുമ്പ് ഡിസൈൻ കൺഫേം ആക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്കുകളും കമൻറ്റുകളും എൻ്റെ വീഡിയോയ്ക്ക് വളരെ കുറവാണ്. അതിനാൽ വീഡിയോ കാണുന്നവരോട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ അതെനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.